നമ്മളെല്ലാം അറിഞ്ഞ ഒരു വാർത്തയായിരുന്നു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ആ ഒരവസ്ഥയിലെത്തി തൻ്റെ കുഞ്ഞിനെ പോലും അപകടത്തിലേക്ക് തള്ളിവിട്ട ഒരമ്മ. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ആ അമ്മ അത് മനഃപൂർവ്വം ചെയ്തതാണ്. ഒത്തിരി അമ്മമാർ കുഞ്ഞുങ്ങളെ അവരവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും പല അപകടത്തിലേക്കും തള്ളിവിടുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ആ അമ്മയ്ക്ക് നേരെ ഉണ്ടായി. പക്ഷേ അവർ സോഷ്യൽ മീഡിയയ്ക്ക്, ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അവർ കഴിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ നിരത്തി അവരുടെ മുന്നിൽ വെച്ച് സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടി വരുന്ന ആ ഒരു അമ്മയുടെ മാനസികാവസ്ഥ. പക്ഷേ ഇതൊരു സാങ്കല്പിക കഥയല്ല, അതവരുടെ ജീവിതമാണ്, അവർ അനുഭവിച്ച സത്യമാണ്. കൂടെ നിൽക്കേണ്ട സമയത്ത് കൂടെ നിൽക്കേണ്ടിയിരുന്ന ഭർത്താവ് എവിടെ പോയി? ഭർത്താവിൻ്റെ വീട്ടുകാർ എവിടെ പോയി? ബന്ധുക്കൾ എവിടെ പോയി? സ്വന്തം വീട്ടുകാർ എവിടെ പോയി? ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അവരെ തള്ളിവിട്ട് പിന്നീടൊരു അപകടമുണ്ടാകുമ്പോൾ ഇവരെല്ലാം ഓടി ഒളിച്ചു. നിയമം ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ അവരുടെ ആ അമ്മയുടെ നിരപരാധിത്വം മനസ്സിലാക്കുകയും അവരെ വിട്ടയക്കുകയും ചെയ്യുന്നു. പക്ഷേ സമൂഹത്തിൽ നിന്നുള്ള ആ അമ്മയ്ക്കെതിരെയുള്ള ശരങ്ങൾ, ആരോപണ ശരങ്ങൾ അത് ഒരിക്കലും കുറയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർ കഴിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ തയ്യാറാകുന്നത്. എന്നിട്ട് പോലും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ആ അമ്മയും കുഞ്ഞും വീട്ടിൽ തനിച്ചായിരുന്നു. ഈ സമയത്തുണ്ടായ ഡിപ്രഷൻ്റെ മൂർധന്യാവസ്ഥയിൽ തൻ്റെ ഒരു കുഞ്ഞു തലേണിയുടെ താഴെ ഞെരിഞ്ഞമർന്നു. പിന്നീട് ആ അമ്മ ബോധരഹിതയായി തളർന്നു വീണു. പിന്നീട് ബോധം വന്നപ്പോൾ തൻ്റെ കുഞ്ഞിനെ വാരിയെടുത്തു. പക്ഷേ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നില്ല. തൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ആ അമ്മ അലറി വിളിച്ചു. അയൽവാസികൾ ഓടി വന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അമ്മയും കൂടെ തന്നെ പോയി. പക്ഷെ പിന്നീട് തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ആ അമ്മ നിയമപാലകരുടെ കൂടെ ജയിലിലേക്ക്. പിന്നീട് പരിശോധനകളിലൂടെ നിയമത്തിന് പോലും മനസ്സിലായി ആ അമ്മ ഇപ്പോൾ കടന്നു പോകുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആ ഒരവസ്ഥയിലൂടെയാണ്. പക്ഷേ സമൂഹത്തിൻ്റെ ചോദ്യശരങ്ങളെല്ലാം വീണ്ടും നേരിടേണ്ടി വന്നത് ആ അമ്മ മാത്രമാണ്. ആ അമ്മയെ ആ അവസ്ഥയിലേക്ക് തള്ളിവിട്ടവരെല്ലാം എവിടെ പോയി? യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയത് അവളുടെ ഭർത്താവ് ഉൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഉത്തരവാദികൾ തന്നെയാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും ഉൾപ്പെടെ അവളൊരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ള ബോധത്തോടെ വേണം അവളെ സ്വീകരിക്കാൻ, വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറ്റാൻ. അല്ലാതെ വെറും മാടായി കാണരുത്. ജീവനില്ലാത്ത വെറുമൊരു യന്ത്രമായി സ്ത്രീകളെ കാണുന്ന പുരുഷന്മാരോട് പറയാനുള്ളത്, റെസ്പെക്റ്റ് വുമൺ. നിന്നെ പ്രസവിച്ചതും ഒരു സ്ത്രീയാണ്.